ഇരുചക്ര വാഹനങ്ങൾക്കുള്ള 8, 4 ചക്ര വാഹനങ്ങൾക്കുള്ള H എന്നീ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കമ്പ്യൂട്ടർ വഴി നിർണ്ണയിക്കുന്നതാണ് ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് ട്രാക്ക്. വാഹനങ്ങൾ ഡ്രൈവിംഗ് ഗ്രൌണ്ടിലേക്ക് കടന്നുകഴിഞ്ഞാൽ ട്രാക്ക് തെറ്റുന്നുണ്ടോ എന്ന് ഓട്ടോമാറ്റിക്കായി അറിയാം. 11ഓളം ക്യാമറകൾ ഇതിനായി സ്ഥാപിച്ചിട്ടുണ്ട്. ടെസ്റ്റ് വിജയിച്ചോ എന്ന് അപ്പോൾ തന്നെ അറിയാനാവും. മികച്ച പരിശീലനം ലഭിച്ചവർക്ക് മാത്രമേ ലൈസൻസ് ലഭിക്കുകയുള്ളൂ എന്നതാണ് ഇതിന്റെ പ്രത്യേകത. എച്ച് ട്രാക്കില് ഇപ്പോൾ ആവശ്യത്തിന് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം പിന്നെ ഇതുവരെ ആരും അത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അവർക്ക് പരിശീലനത്തിനുള്ള സൗകര്യം ലഭിക്കാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ എന്നാലും ഭാവിയിൽ ഇത് കണ്ട് ഇതനുസരിച്ചിട്ട് പിന്നെ കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്താൽ എടുക്കാൻ കഴിയുമെന്നാണ് എന്റെ അഭിപ്രായം. പുതിയ ട്രാക്കിൽ ഇരുചക്ര വാഹനങ്ങളിൽ ലൈസൻസ് നേടുന്നവർ ധാരാളമുണ്ടെങ്കിലും H എടുക്കുന്നതിൽ ആരും വിജയിച്ചിട്ടില്ല. ഞാൻ ഇന്നലെ മാത്രമേ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ദൂരെയാണ് പഠിക്കുന്നത്. അപ്പൊ ഇപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്ലൈ ചെയ്തിട്ട് എന്നാണ് വരുന്നത്. പഴയ രീതിയിലുള്ള H എടുക്കുന്നതിനു പുറമെ റിവേഴ്സ് എടുക്കുന്നതും കയറ്റത്തിൽ വാഹനം നിർത്തുന്നതും ഇറക്കത്തിലൂടെയുള്ള തിരിവും ചേർന്നതാണ് പുതിയ ട്രാക്ക്. ഇതാണ് ടെസ്റ്റിനെത്തുന്നവർക്ക് വെല്ലുവിളിയാകുന്നത്. ഓട്ടോമേറ്റഡ് ട്രാക്കിനനുസരിച്ചുള്ള പരിശീലനത്തിന്റെ കുറവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ തന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഉപകാരമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇതിലെടുക്കാൻ വലിയ ഡിഫിക്കൽട്ട് ആയിരിക്കും. നമുക്ക് ഒരിക്കലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അതേസമയം സെന്ററിൽ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൌകര്യം ഏർപ്പെടുത്തിയിട്ടില്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. കുടിവെള്ളം പോലും ലഭിക്കാതെ കത്തുന്ന വെയിലിൽ സ്ത്രീകൾ ഉൾപ്പെടെ ടെസ്റ്റിനെത്തുന്നവർ വലയുകയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.